എല്ലാ കൂട്ടുകാർക്കും എക്സലൻസ് സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിന്റെ 2019 ഫൈനൽ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട തിയറിയും നമ്മളൊന്ന് നോക്കും. അപ്പോൾ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് നിങ്ങൾ ആ ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഫൈനൽ എക്സാം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ മറക്കാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എക്കണോമിക്സ് എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നോക്കാം. അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ നിന്ന് 9 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് 8 മാർക്ക്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന പാഠത്തിൽ നിന്ന് 8 മാർക്ക്, കോറിലേഷൻ എന്ന പാഠത്തിൽ നിന്ന് 7 മാർക്ക്. ഈ പാഠങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങാം. ഈ ചോദ്യ പേപ്പറിൽ എക്കണോമിക്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ചോദ്യങ്ങൾ ഒരുമിച്ചാണുള്ളത്. സ്റ്റാറ്റിക്സിന്റെ ആദ്യത്തെ ചോദ്യം 4-ാമത്തേതാണ്. സ്റ്റേറ്റ് എനി 2 സാമ്പിളിംഗ് എറേഴ്സ്. ഏതെങ്കിലും 2 സാമ്പിളിംഗ് പിഴവുകൾ എഴുതുക. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഈ ചോദ്യം കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന്, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആവറേജ് വരുമാനം കണ്ടെത്തണമെന്ന് കരുതുക. ഇതിനായി ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വരുമാനം കണ്ടെത്തി അതിന്റെ ആവറേജ് എടുക്കൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അത് കാരണം ആ മേഖലയിലെ ഒരു സാമ്പിൾ പോപ്പുലേഷൻ എടുത്തിട്ട് അവിടെയാണ് നമ്മൾ പഠനങ്ങൾ നടത്തുന്നത്. സാമ്പിൾ എന്നാൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും. അത് ചെയ്യുന്നതിന് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. ഇങ്ങനെ സാമ്പിളിംഗ് ചെയ്തു പഠനം നടത്തുമ്പോൾ ഉണ്ടാവുന്ന എററുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് സാമ്പിളിംഗ് എറർ എന്നുള്ളത് തന്നെയാണ്. സാമ്പിളിംഗ് എറർ എന്നാൽ ട്രൂ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ മൈനസ് വാല്യൂ ഓഫ് ദ സാമ്പിൾ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വരുമാനം കണ്ടുപിടിച്ച് അതിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ ട്രൂ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ. ഇനി സാമ്പിൾ പോപ്പുലേഷൻ മാത്രം എടുത്ത് അവിടുത്തെ വരുമാനത്തിന്റെ ആവറേജ് കാണുന്നതാണ് വാല്യൂ ഓഫ് സാമ്പിൾ. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ളത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. ഇത് അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വരുന്ന പിഴവുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പിളിംഗ് ബയാസ് ആണ്. സാമ്പിളിംഗ് ബയാസ് എന്നാൽ പക്ഷപാതം. അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രമാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രമാണ് വരുമാനത്തിന്റെ കണക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ധനികരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടില്ല. മറ്റൊരു പ്രശ്നം നോൺ റെസ്പോൺസ് എറേഴ്സ് ആണ്. വിവരദാതാവ് പ്രതികരിക്കാത്തത് എന്നർത്ഥം. ഇനി മൂന്നാമത്തേത് എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ ആണ്. വിവര ശേഖരണത്തിലെ പിഴവുകൾ. അതിൽ തെറ്റായ അളവ് രീതികൾ ഉപയോഗിക്കുന്നത് കാരണം പിഴവുകൾ ഉണ്ടാവാം. പിന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നവർക്ക് ആവശ്യത്തിന് പരിശീലനം ഇല്ലാത്ത പ്രശ്നം. പിന്നെ അനുയോജ്യമല്ലാത്ത ഇന്റർവ്യൂകൾ ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാവുന്ന തെറ്റുകൾ. ഇതെല്ലാമാണ് ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി നമുക്ക് 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എക്സാമ്പിൾസ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പരിമാണാത്മകമായ തരംതിരിക്കലിനും ഗുണപരമായ തരംതിരിക്കലിനും ഉദാഹരണം എഴുതുക. ഈ ചോദ്യം ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റയുടെ വർഗീകരണം എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. ഒരു പഠനത്തിന് വേണ്ടി ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത ശേഷം ഇത് വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാൽ എന്താണെന്ന് നോക്കാം. അളന്നു നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്വഭാവങ്ങൾ വെച്ചുള്ള തരംതിരിക്കലിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് വെയിറ്റ്, ഹൈറ്റ്, ഏജ് അല്ലെങ്കിൽ വരുമാനം, ഈ കാര്യങ്ങളൊക്കെ എടുക്കാം. ഉദാഹരണത്തിന് പ്രായം വെച്ചിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം നോക്കാം.
1 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ, 10 വയസ്സ് തൊട്ടിട്ട് 20 വയസ്സ് വരെയുള്ള ആൾക്കാർ മറ്റൊരു ഗ്രൂപ്പിൽ. ഈ രൂപത്തിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക. ഇനി ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഈ ഡാറ്റയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ ഒരു രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നാഷണാലിറ്റി നോക്കാം, അല്ലെങ്കിൽ പൗരത്വം. ഇങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റിന്റെ ക്രമം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. പിന്നെയുള്ളതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ക്ലാസിഫിക്കേഷൻ. ഉദാഹരണത്തിന് ഒരു ഡാറ്റയെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളതായിട്ട് തരംതിരിക്കുക, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി. ഈ രൂപത്തിൽ ചെയ്യുന്നതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വാസ് 125 in January 2018. 1 rupee coin worth in January 2018 in terms of the base year is. അല്ലെങ്കിൽ 2018 ജനുവരിയിലെ ഉപഭോക്തൃ വില സൂചിക 125 ആകുന്നു. അടിസ്ഥാന വർഷം 2011 ആണ് എടുത്തത്. അന്നത്തെ വില 100 ആക്കി തന്നിട്ടുണ്ട്. അടിസ്ഥാന വർഷം വെച്ച് കണക്കാക്കുമ്പോൾ 2018 ജനുവരിയിലെ 1 രൂപ നാണയത്തിന്റെ മൂല്യം എത്രയാണ് എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ഇൻഡെക്സസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ വില സൂചിക എന്നാൽ ഒരു വസ്തുവിന്റെ വില ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയെല്ലാം മാറിയേക്കാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചികയാണ്. ഇതിന്റെ ഇക്വേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 എന്നതാണ്. ഇതിൽ CPI എന്നാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, P0 എന്നാൽ ബേസ് ഇയറിലെ വാല്യൂ അല്ലെങ്കിൽ അടിസ്ഥാന വർഷത്തിലെ വില, P1 എന്നാൽ നമുക്ക് ഏത് വർഷത്തിലെയാണോ കണക്കാക്കേണ്ടത് ആ വർഷത്തിലെ വില. ഇവിടെ അത് 2018 ആണ് ആ വർഷം. 2018 CPI 125 ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഇവിടെ എഴുതി വെക്കുക. നമ്മൾ എപ്പോഴും ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഈ ഫോർമുലയിൽ ഉപയോഗിക്കേണ്ടത്, നമുക്ക് ഏത് വർഷത്തെ CPI ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വർഷത്തെ ആയിരിക്കണം. ബേസ് ഇയറിൽ അത് എപ്പോഴും 100 ആയിരിക്കും. ഇനി പിന്നെ തന്നിരിക്കുന്നത് P1 ആണ്. P1 അതായത് 2018 കോയിന്റെ വില 1 rupees ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന വർഷത്തിൽ ആ കോയിന്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ P0 കണ്ടുപിടിക്കണം. ഇനി ഈ കിട്ടിയ വാല്യൂകളെല്ലാം നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് നോക്കാം. അപ്പോൾ CPI ഈക്വൽ ടു 125 ഇവിടെ കൊടുത്തു, ഈക്വൽ ടു P1ന്റെ വാല്യൂ 1 rupees ഇവിടെ കൊടുത്തു, താഴെ P0 അങ്ങനെ തന്നെ വെച്ചു, ഇൻറ്റു 100. ഇനി അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അത് 0.78 rupees ആണെന്ന് കാണാൻ പറ്റും. അത് അപ്രോക്സിമേറ്റ്ലി 0.8 rupees അഥവാ 80 പൈസ ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 80 പൈസ എന്നുള്ളതാണ്. ഇവിടെ CPIയുടെ കൺസെപ്റ്റ് ശരിക്കും എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. 2011 100 ആയിരുന്ന CPI 2018 ആയപ്പോഴേക്കും 125 ആയി ഉയർന്നു. അതായത് ഈ 7 വർഷം കൊണ്ട് 25% വില വർധനവ് ഉണ്ടായി എന്നർത്ഥം. ഈ കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ റേഞ്ച് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ തന്ന നമ്പറുകളുടെ പരിധി കണക്കാക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ പ്രകീർണത്തിന്റെ അളവുകൾ എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. റേഞ്ച് എന്നാൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഏറ്റവും വലുതിന്റെയും ഏറ്റവും ചെറുതിന്റെയും ഡിഫറൻസ് ആണ്. അപ്പൊ ഈ തന്നതിൽ ഏറ്റവും വലുത് 75, ഏറ്റവും ചെറുത് 20, അവയുടെ വ്യത്യാസം 55. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ആപേക്ഷിക പ്രകീർണന അളവ് ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, റേഞ്ച്. ഈ ചോദ്യവും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്നുള്ള പാഠത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായല്ലോ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അഥവാ പ്രകീർണത്തിന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ആയിരിക്കുകയാണ് എന്ന് കണ്ടെത്താനുള്ള ഉപാധികളാണ്. ഇതിൽ 1ാമത്തെ ഓപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നതാണ്. കോറിലേഷൻ ഇതുമായി ബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാം. കോറിലേഷൻ എന്നാൽ 2 ചരങ്ങൾ അല്ലെങ്കിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നമ്പറാണ്. മറ്റ് 3 ഓപ്ഷൻസും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, റേഞ്ച്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ്.
റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ ആപേക്ഷിക അളവ് എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആയിരിക്കും, ഒരു അനുപാതമായിരിക്കും. പിന്നെ അതുപോലെ ഇതൊരു കോഎഫിഷ്യന്റ് ആയിരിക്കും, കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണാങ്കം. അപ്പം ഈ തന്ന 3 ഓപ്ഷനിൽ അങ്ങനെയുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം സി ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. റാങ്ക് സഹബന്ധം കണക്കാക്കുക. ഈ ചോദ്യം കോറിലേഷൻസ് അഥവാ സഹബന്ധം എന്നുള്ള പാഠത്തിൽ നിന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് റാങ്ക് കോറിലേഷന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ വിവിധ തരം കോറിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് റാങ്ക് കോറിലേഷൻ. റാങ്ക് കോറിലേഷന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ആർ എ അഥവാ റാങ്ക് കോറിലേഷൻ ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ. ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ തന്ന 2 ഒബ്സർവേഷനുകളുടെ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന റാങ്കുകളുടെ എണ്ണം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയൊരു ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേബിൾ തന്നെയാണ് ഈ ഭാഗം. അതിനുശേഷം ഓരോ റാങ്കിനും ഡി കണ്ടുപിടിക്കണം. ഡി എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. 1 മൈനസ് 5 ഇത് -4, അതുപോലെ 3 മൈനസ് 2 ഇത് 1. അങ്ങനെ എല്ലാ വാല്യൂവും കണ്ടുപിടിക്കുക. ഇനി ഇതിന്റെ സ്ക്വയർ ടേം കണ്ടുപിടിക്കണം, കാരണം ഇത് നമ്മുടെ ഇക്വേഷനിലുണ്ട്. അപ്പോൾ ഇവിടെ -4 സ്ക്വയർ 16 ആകും, 1 സ്ക്വയർ 1, ഇങ്ങനെ എല്ലാത്തിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കുക. പിന്നെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇവിടെ 6 സിഗ്മ ഡി സ്ക്വയർ ആണ്. അപ്പൊ സിഗ്മ ഡി സ്ക്വയർ, ഈ ഡി സ്ക്വയറിന്റെ എല്ലാത്തിന്റെയും സമ്മ് കണ്ടുപിടിക്കണം. ആ സമ്മാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് 28 ആണ്. ഇനി നമുക്ക് ഈ വാല്യൂകളെല്ലാം നമ്മുടെ ഇക്വേഷനിൽ കൊടുത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ആർ എ is equal to 1 minus 6 into sigma d square is equal to 28. അത് നമ്മൾ ഇവിടെ കൊടുത്തു. പിന്നെ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1 2 3 4 5, അത് 5 ആണ്. ഈ n equal to 5 നമ്മൾ ഇവിടെ കൊടുത്തു. n ക്യൂബ് മൈനസ് n, 5 ക്യൂബ് മൈനസ് 5. അത് ഈ രൂപത്തിൽ സോൾവ് ചെയ്യുമ്പോൾ റാങ്ക് കോറിലേഷൻ is equal to -0.4 എന്ന ഉത്തരം നമുക്ക് കിട്ടും. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. The average marks of class A is better than class B, but teacher says that class B is more consistent and give the standard deviation of A and B as 15 and 10 respectively. Calculate the coefficient of variation of class A and class B to prove it. ക്ലാസ് എയുടെ ശരാശരി മാർക്ക് ക്ലാസ് ബി യുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ക്ലാസ് എയുടെയും ബിയുടെയും മാനക വ്യതിയാനം 15ഉം 10ഉമാണ്. ഇത് തന്നുകൊണ്ട് ക്ലാസ് ബി ആണ് കൂടുതൽ സ്ഥിരത കാണിക്കുന്നതെന്ന് ടീച്ചർ പ്രസ്താവിക്കുന്നു. ക്ലാസ് എയുടെയും ബിയുടെയും ഗുണാങ്ക വ്യതിയാനം കണ്ടെത്തിക്കൊണ്ട് ഇതിനെ സാധൂകരിക്കുക. ഈ ചോദ്യവും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ ആവറേജ് മാർക്കുകൾ മാത്രം നോക്കുകയാണെങ്കിൽ അത് ക്ലാസ് എയുടേത് 30ഉം ക്ലാസ് ബിയുടേത് 25ഉമാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ക്ലാസ് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15ഉം ക്ലാസ് ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10ഉമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാൽ ഒരു ഡാറ്റയിലെ വാല്യൂകൾക്ക് എത്രത്തോളം ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നു എന്നതിന്റെ അളവാണ്. ഇവിടെ ക്ലാസ് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലാസ് എയിലെ മാർക്കുകൾ മീനിൽ നിന്ന് അല്ലെങ്കിൽ മാധ്യത്തിൽ നിന്ന് കൂടുതൽ വ്യതിചലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുവാൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഗുണാങ്ക വ്യതിയാനം കണ്ടുപിടിച്ചാൽ മതി. ഗുണാങ്ക വ്യതിയാനത്തിന്റെ ഇക്വേഷൻ ഇതാണ്: സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ ആദ്യമായി തന്നിരിക്കുന്ന വാല്യൂകളെല്ലാം ഒരു സൈഡിൽ എഴുതി വെക്കുക. ഇവിടെ ആവറേജുകൾ എഴുതി വെച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എഴുതി വെച്ചു. എന്നിട്ട് ആ വാല്യൂകൾ എടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം ക്ലാസ് എയുടേത് കണ്ടുപിടിക്കാം. ക്ലാസ് എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 ആണ്, ആവറേജ് 30. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ക്ലാസ് എയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 50 ആണെന്ന് കിട്ടും. ഇത് എ ആണ്, ബി അല്ല, ക്ഷമിക്കണം. ഇനി ക്ലാസ് ബിയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുകയാണെങ്കിൽ അത് 40 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്ഥിതി വിവരശാസ്ത്രത്തിനുള്ള പ്രാധാന്യം ചുരുക്കി വിവരിക്കുക.
ഈ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. മുൻതൂക്ക സഞ്ചിത വില സൂചിക കണക്കാക്കുക. നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് കണ്ടു. ഒരു വസ്തുവിന്റെ അടിസ്ഥാന വിലയും ഇപ്പോഴത്തെ വിലയും മാത്രം തന്നിട്ടായിരുന്നു നമ്മൾ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കിയത്. പക്ഷെ ഇവിടെ കാണേണ്ടത് വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇവിടെ പലതരം സാധനങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ അവയുടെ ക്വാണ്ടിറ്റി കൂടെ തന്നിട്ടുണ്ട്, എത്ര അളവുണ്ട് എന്നത് കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണുവാനുള്ള ഫോർമുലയാണ് ഇത്. P is equal to sigma P1 Q1 divided by sigma P0 Q1 into 100. ഇവിടെ P1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില, P0 എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വില, Q1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി. ഇവിടെ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണെന്ന് നോക്കാം. P0 into Q1. Q1 എന്നാൽ തൽക്കാലം ഒരു ബാസ്ക്കറ്റ് ക്വാണ്ടിറ്റി ആണെന്ന് കരുതുക. ഒരു ബാസ്ക്കറ്റ് സാധനങ്ങൾ വാങ്ങുവാൻ അടിസ്ഥാന വർഷത്തിൽ നമ്മൾ ഇത്രയും വില കൊടുക്കണമായിരുന്നു. അതേ അളവ് ക്വാണ്ടിറ്റി ഇന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ ഇത്രയും വില കൊടുക്കണം. അടിസ്ഥാന വർഷം തൊട്ട് ഈ വർഷം വരെ വിലയിൽ എത്രത്തോളം മാറ്റമുണ്ടായി എന്നതാണ് ഈ പ്രൈസ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യുവാനായി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂകൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ എയുടെ കേസ് എടുക്കുകയാണെങ്കിൽ P1 10ഉം Q1 4ഉമാണ്. അതുപോലെ P0 5ഉം Q1 4ഉമാണ്. ഈ വിലകൾ നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ പറഞ്ഞ വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂകൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് P is equal to 150 എന്ന് കിട്ടും. ഇതിനർത്ഥം അടിസ്ഥാന വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് എത്തുമ്പോഴേക്ക് 50% വില വർധനവുണ്ടായി എന്നാണ്. അടിസ്ഥാന വർഷത്തിലും ഈ വർഷത്തിലും ഒരേ വിലയായിരുന്നുവെങ്കിൽ പിയുടെ വാല്യൂ ഇവിടെ 100 ആകുമായിരുന്നു. പക്ഷേ വില വർദ്ധിച്ചത് കാരണം ഇവിടെ അത് 150 മാറി. അടുത്തതായി 22ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഒരു നല്ല സ്ഥിതിവിവര പട്ടികയ്ക്ക് വേണ്ട പ്രധാന ഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ഈ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഒരു ഡാറ്റ ടേബിളിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ടേബിൾ നമ്പർ ആണ്. ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ ടേബിൾ ടൈറ്റിൽ ഹെഡിങ് കൊടുക്കണം. ഈ ടേബിൾ എന്തിനെ കുറിച്ചാണ് എന്നുള്ളതാണത്. അതിനുശേഷം ടേബിളിന്റെ ബോഡി, അതായത് ടേബിൾ തന്നെ, അതിൽ ഓരോ കോളത്തിനും ഹെഡിങ്സ് കൊടുക്കണം. അതിനുശേഷം ഓരോ റോകൾക്കും ഹെഡിങ് കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മൾ ഏത് യൂണിറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം. ഈ ടേബിളിൽ വാല്യൂകളെല്ലാം ക്രോർസിലാണ്, അതായത് കോടികളിലാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഡാറ്റയുടെ സ്രോതസ് അഥവാ സോഴ്സ് ഏതാണെന്ന് വെളിപ്പെടുത്തണം. ഇവിടെ ഇത് സെൻസസ് ഓഫ് ഇന്ത്യ 2001, അവിടെ നിന്നാണ് ഈ ഡാറ്റകൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രത്യേക നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് താഴെ എഴുതേണ്ടതാണ്. ഇവിടെ ഇവർ എഴുതിയിരിക്കുന്നത് ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ടു നിയറസ്റ്റ് ക്രോർ. അപ്പൊ റൗണ്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ നോട്ട്സ്. അതുപോലെ നമ്മുടെ ടേബിളിൽ എന്തെങ്കിലും പ്രത്യേക നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് താഴെ എഴുതേണ്ടതാണ്. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യം നോക്കാം. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ദത്തങ്ങൾ ഉപയോഗിച്ച് ഒരു ആവൃത്തി വിതരണം തയ്യാറാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഉപയോഗിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ചോദ്യവും ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള പാഠത്തിൽ നിന്നുള്ളതാണ്. ഒരു വലിയ ഡാറ്റ സെറ്റ് കിട്ടിയാൽ അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു തരം ക്ലാസിഫിക്കേഷൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആവൃത്തി വിതരണം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ടേബിളിൽ കാണുന്നത് പോലെ ഡാറ്റയെ വിവിധ ക്ലാസുകളാക്കി തിരിച്ച് അവയുടെ ഫ്രീക്വൻസി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ 0 to 10, 10 to 20 ഇങ്ങനെയുള്ള ഇന്റർവെൽസിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. 10 to 20 എന്ന ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ 10 ലോവർ ലിമിറ്റും 20 അപ്പർ ലിമിറ്റുമാണ്.
ഇനി ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു ക്ലാസിന്റെ ആവറേജ് ആയിരിക്കും ക്ലാസ് മിഡ് പോയിന്റ്. ഇനി ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈക്വൽ ക്ലാസ് ഇന്റർവെൽസ് ആണ് എടുക്കാൻ പോകുന്നത്. അതായത് ഇവിടെ കാണുന്നത് പോലെ ഓരോ ക്ലാസും 10 വെച്ചിട്ടുള്ളതായിരിക്കും. 0 to 10, 10 to 20, 20 to 30 ഇതുപോലെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂകളിൽ മാക്സിമം 68 ആണ്. അത് കാരണം ഇന്റർവെൽ 10 ആയിട്ടുള്ള, അതായത് സൈസ് ഓഫ് ദ ക്ലാസ് 10 ആയിട്ടുള്ള 7 ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. 0 to 10 തൊട്ടിട്ട് 60 to 70 വരെയുള്ള 7 ക്ലാസ്സുകൾ. സാധാരണ കേസുകളിലെല്ലാം നമുക്ക് ഈക്വൽ ഇന്റർവെൽസ് എടുത്താൽ മതിയാകും. അല്ലാത്ത കേസുകൾ ഏതെല്ലാമാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കിയാൽ വളരെ ഉപകാരപ്രദമാകും. അടുത്തതായി നോക്കേണ്ടത് ക്ലാസ് ലിമിറ്റ്സ് ആണ്. ക്ലാസ് ലിമിറ്റ്സിന്റെ കാര്യത്തിൽ എക്സ്ക്ലൂസീവ് മെത്തേഡ് ഉപയോഗിക്കുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് വെച്ചാൽ, എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്നാൽ ഒരു ക്ലാസ്സിലെ അപ്പർ ലിമിറ്റിനോ ലോവർ ലിമിറ്റിനോ ഈക്വൽ ആയ ഒരു സംഖ്യ വരികയാണെങ്കിൽ അതിനെ ആ ക്ലാസ്സിൽ ഇടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ക്ലാസ് എടുക്കാം. ഇവിടെ ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പൊ നമ്മുടെ ഡാറ്റയിൽ 10 എന്നുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇതിലിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഇന്റർവെല്ലിലും ഇടാൻ പറ്റില്ല, കാരണം ഇവിടെ അത് അപ്പർ ലിമിറ്റ് ആണ്. അതുപോലെ 30 വരികയാണെങ്കിൽ 30നെ നമുക്ക് ഈ ഇന്റർവെല്ലിലും ഇടാൻ പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ അപ്പർ ലിമിറ്റിനും ഇങ്ങനെ വരുമ്പോൾ ലിമിറ്റ്സിന് ഈക്വൽ ആയ വാല്യൂസിനെ ഒരു ഇന്റർവെല്ലിലും ഇടാൻ പറ്റില്ല എന്ന് വരും. ഇത് ഒഴിവാക്കാനായി അങ്ങനെയുള്ള വാല്യൂകളെ എന്ത് ചെയ്യണമെന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ലോവർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് എന്ന രൂപത്തിൽ ചെയ്യാം. അതെന്താണെന്ന് മനസ്സിലാക്കാനായി നമുക്ക് ഈ ഒരു ഇന്റർവെൽ തന്നെ എടുക്കാം. ഇവിടെ ലോവർ ലിമിറ്റ് എന്നാൽ 10 ആണ്. നമ്മുടെ ഡാറ്റ സെറ്റിൽ 10 എന്നുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ ഈ ഇന്റർവെല്ലിൽ ഇടാൻ പറ്റില്ല, കാരണം ലോവർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്, ലോവർ ലിമിറ്റ് ഒഴിവാക്കിയതാണ്. അതേസമയം ആ 10നെ നമുക്ക് ഈ ഇന്റർവെല്ലിൽ ഇടാൻ സാധിക്കും, കാരണം ഇവിടെ അപ്പർ ലിമിറ്റ് ആണ് 10. ഇനി 30 വരികയാണെങ്കിൽ 30നെ ഈ ഇന്റർവെല്ലിൽ ഇടാം. അതേസമയം ഈ ഇന്റർവെല്ലിൽ ഇടാൻ സാധിക്കില്ല, കാരണം ലോവർ ലിമിറ്റ് 30 ആണ് ഇവിടെ. ഇനി ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുക. ആദ്യത്തെ കോളം ക്ലാസ് ആണ്. അതിൽ 0 to 10, 10 to 20 ഇങ്ങനെ തുടങ്ങി 60 to 70 വരെ പോവുക. 70 വരെ പോവാൻ കാരണം നമ്മുടെ മാക്സിമം റീഡിങ് 70ക്ക് താഴെയാണ്. ഇനി ആദ്യത്തെ ക്ലാസ്സിലെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുവാനായി 0 to 10 എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് നോക്കാം. 0 to 10 എന്ന ഇന്റർവെല്ലിൽ ഏതെല്ലാം വാല്യൂകൾ ഉണ്ടെന്ന് നോക്കാം. ഈ കോളത്തിലില്ല. ഈ കോളത്തിൽ 8 എന്നൊരു വാല്യൂ ഉണ്ട്. ഈ കോളത്തിൽ 10 എന്നൊരു വാല്യൂ ഉണ്ട്. 10 നമ്മുടെ അപ്പർ ലിമിറ്റ് ആണ്. അത് കാരണം നമുക്ക് 0 to 10 ഇന്റർവെല്ലിൽ ഇടാവുന്നതാണ്. ഇവിടെയും ഒരു 10 ഉണ്ട്. അപ്പൊ ഇതുവരെ 3 വാല്യൂസ് ആയി. അതിനുശേഷം 9, 6, 7 ഇങ്ങനെ 6 വാല്യൂകളാണ് 0 to 10 എന്ന ഇന്റർവെല്ലിൽ ഉള്ളത്. അപ്പോൾ 0 to 10 എന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി 6 ആണെന്ന് നമുക്ക് കിട്ടി. ഇതുപോലെ മറ്റു ക്ലാസ്സുകളുടെ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതി വെക്കാം ഓരോ ക്ലാസിന്റെയും. ഈ ക്ലാസിന്റെ ആവറേജ് 5 ആണ്. 10 to 20 എന്ന ക്ലാസിന്റെ ആവറേജ് 15 ആണ്. ഇത് കിട്ടുന്നത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, 10 plus 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15. ആ രൂപത്തിലാണ്. ഇതും വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ കേസിൽ നമ്മൾ ക്ലാസ് സൈസ് 10 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ക്ലാസ് സൈസ് 5 ആയിട്ടും ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് 6നും 15നും ഇടയിലായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ക്ലാസ് സൈസ് 5 എടുക്കുകയാണെങ്കിൽ നമുക്കിത് 13 ക്ലാസ്സുകൾ കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ എ പൈ ഡയഗ്രം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു പൈ ഡയഗ്രം വരയ്ക്കണം. ഈ ചോദ്യം പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓരോ ഡാറ്റയ്ക്കും അനുയോജ്യമായ ആംഗിളുകൾ എത്രയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം.
അതിനായി ഓരോ ഡാറ്റയും മൊത്തം ഡാറ്റയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നോക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുവാൻ നമ്മൾ മൊത്തം ഡാറ്റ എത്രയുണ്ടെന്ന് നോക്കാം. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 400 ആണ് മൊത്തം ഡാറ്റ എന്ന് കിട്ടും. അതിൽ ഓരോ ഡാറ്റയുടെയും പെർസെൻറ്റേജ് കാണുവാൻ ഓരോ ഡാറ്റയെയും മൊത്തം ഡാറ്റ കൊണ്ട് ഹരിച്ചാൽ മതിയാകും. ഇവിടെ റെഗുലർ സാലറിഡ് വർക്കേഴ്സിന്റെ മൊത്തം നമ്പർ 28 ആണ്. ഇവിടെ റെഗുലർ സാലറിഡ് വർക്കേഴ്സിന്റെ മൊത്തം നമ്പർ 28 ആണ്. ടോട്ടൽ വർക്കേഴ്സിന്റെ നമ്പർ 400ഉം. ഇവിടെ 28 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 7% ആണ് ഇതെന്ന് കിട്ടും. ഇതുപോലെ സെൽഫ് എംപ്ലോയിഡിന്റെയും കാഷ്വൽ വർക്ക് ലേബേഴ്സിന്റെയും പെർസെൻറ്റേജുകൾ കണ്ടുപിടിക്കുക. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടണം. 100 കിട്ടുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പൈ ഡയഗ്രത്തിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നേരത്തെ കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന് അനുയോജ്യമായ ആംഗിൾ കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 7 ആയിരുന്നു പെർസെൻറ്റേജ്. 7 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 360 25.2 ആണ് ആദ്യത്തെ ഡാറ്റയ്ക്കുള്ള ആംഗിൾ എന്ന് മനസ്സിലായി. അതുപോലെ മറ്റുള്ള ഡാറ്റ പോയിന്റ്സിനുള്ള ആംഗിളുകളും കണ്ടെത്തുക. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടണം. ഇനി ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ പൈ ഡയഗ്രം എളുപ്പത്തിൽ വരയ്ക്കാവുന്നതാണ്. പൈ ഡയഗ്രം വരച്ച ശേഷം ഓരോ ഭാഗങ്ങളും ഏതാണെന്നും അവയുടെ വാല്യൂ എത്രയാണെന്നും അതിന് നേരെ എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് 28ാമത്തെ ചോദ്യം നോക്കാം. പോയിന്റ് ഔട്ട് ദ പ്രോപ്പർട്ടീസ് ആൻഡ് 5 ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. സഹബന്ധ ഗുണാങ്കത്തിന്റെ സവിശേഷതകളും 5 തോതുകളും ചൂണ്ടിക്കാണിക്കുക. ഈ ചോദ്യവും കോറിലേഷൻസ് എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് കോറിലേഷൻ. ഇതിനെ R എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത് R ഹാസ് നോ യൂണിറ്റ്. കോറിലേഷന് പ്രത്യേകം യൂണിറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് നെഗറ്റീവ് വാല്യൂ ഓഫ് R ഇൻഡിക്കേറ്റ്സ് ഇൻവേഴ്സ് റിലേഷൻ. കോറിലേഷൻ എന്നാൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കോറിലേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കുറയും. ഇതിന്റെ ഗ്രാഫ് ഞാൻ കാണിക്കുന്നതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാവും. ഇനി പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒരു വാല്യൂ കൂടുമ്പോൾ മറ്റേ വാല്യൂവും അതിനനുസരിച്ച് കൂടുന്നതാണ്. നാലാമത്തെ പ്രോപ്പർട്ടി കോറിലേഷന്റെ വാല്യൂ -1നും +1നും ഇടക്കായിരിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി കോറിലേഷൻ 0 ആണെങ്കിൽ ആ വേരിയബിൾസ് തമ്മിൽ ബന്ധമില്ല എന്നതാണ് അർത്ഥം. വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ്. ഇനി ആറിന്റെ വാല്യൂ +or-1 ആണെങ്കിൽ അതിനെ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നു. ഇതൊരു എക്സാക്ട് ലീനിയർ റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ രേഖീയമായ ബന്ധമായിരിക്കും. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ആറിന്റെ വാല്യൂ +or-1ന് അടുത്താണെങ്കിൽ ഇതിനെ ഹൈ കോറിലേഷൻ എന്ന് പറയുന്നു. ഇതൊരു സ്ട്രോങ് ലീനിയർ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇനി ഈ വാല്യൂ കുറവാണെങ്കിൽ, അതായത് 0ക്ക് അടുത്താണെങ്കിൽ ലോ ലീനിയർ കോറിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കുറവായിരിക്കും എന്നർത്ഥം. ഇനി ഈ കോറിലേഷന്റെ 5 ഡിഗ്രികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. നേരത്തെ കണ്ട പോലെ ആറിന്റെ വാല്യൂ +or-1 ആയിരിക്കും. രണ്ടാമത്തേത് ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇവിടെ ആറിന്റെ വാല്യൂ 0.5നും 1നും ഇടയ്ക്ക് ആയിരിക്കും. മൂന്നാമത്തേത് മോഡറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇവിടെ ആറിന്റെ വാല്യൂ 0.3ക്കും 0.49നും ഇടയ്ക്ക് ആയിരിക്കും. ലോ ഡിഗ്രി ഓഫ് കോറിലേഷനിൽ ആറിന്റെ വാല്യൂ 0.29ന് താഴെ ആയിരിക്കും. ഇനി അഞ്ചാമത്തെ ഡിഗ്രിയാണ് നോ കോറിലേഷൻ അറ്റ് ഓൾ.
ഇവിടെ ആറിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇതിനർത്ഥം ഈ ചരങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ ഡയഗ്രങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇതൊരു പോസിറ്റീവ് കോറിലേഷനെ സൂചിപ്പിക്കുന്നു. അതായത് എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ വൈയുടെ വാല്യൂയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊരു നെഗറ്റീവ് കോറിലേഷനെ സൂചിപ്പിക്കുന്നു. ഇവിടെ എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എക്സ് ഇവിടെ ആയിരുന്നു ആദ്യം, അപ്പോൾ വൈയുടെ വാല്യൂ ഇത്രയും ഉണ്ടായിരുന്നു. ഇനി എക്സ് ഇവിടെ എത്തിയപ്പോൾ വൈയുടെ വാല്യൂ ഇത്രയുമായി കുറഞ്ഞു. ഇതാണ് നെഗറ്റീവ് കോറിലേഷൻ. ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാവും. ഇതാണ് നോ കോറിലേഷൻ. ഇവിടെ ആറിന്റെ വാല്യൂ 0 ആയിരിക്കും. ഈ കേസാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെ വാല്യൂകളെല്ലാം ഇതേ ഒരു ലൈനിൽ തുടർന്നു കൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ആറിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇവിടെയും വാല്യൂകൾ ഒരേ ലൈനിലായിരിക്കും, പക്ഷേ എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ വൈയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തതായി 29ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും ചതുർത്ഥക വ്യതിയാനം കണക്കാക്കുക. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നേരത്തെ കണ്ടു. ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണ രൂപത്തിലാണ് ഡാറ്റ തന്നിരിക്കുന്നതെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് ഈ ഫോർമുലകൾ ഉപയോഗിച്ച് കാണാവുന്നതാണ്. അതിനാദ്യമായി തന്നിരിക്കുന്ന ഡാറ്റകളെ അസെൻഡിങ് ഓർഡറിൽ അതിന് ആദ്യമായിട്ട് തന്നിരിക്കുന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രൂപത്തിൽ. എന്നിട്ട് ഈ ഇക്വേഷൻ പ്രകാരം ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതിൽ Q1 എന്നാൽ n+1/4 വാല്യൂ ആണ്. n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡാറ്റ, അതായത് എത്ര നമ്പറുകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് n. n+1/4 ചെയ്താൽ കിട്ടുന്ന വാല്യൂവിന്റെ സ്ഥാനത്തുള്ള ഡാറ്റ ആയിരിക്കും Q1. അതുപോലെ Q3യും കണ്ടുപിടിച്ച് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്ലാസുകളും ഫ്രീക്വൻസിയുമായി തിരിച്ചിട്ടുണ്ട്. അത് കാരണം സാധാരണ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമുലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1/2. ഈ ഫോർമുല ഇവിടെയും സെയിം തന്നെയാണ്. പക്ഷേ Q1ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ഒരു മാറ്റമുണ്ട്. ഇത് n/4 ടേം ആയിരിക്കും. n+1 എന്ന ടേം ആവശ്യമില്ല. അതുപോലെ Q3 3n/4 ടേം ആയിരിക്കും. ഇവിടെയും n+1ന്റെ ആവശ്യമില്ല. ഇവിടെ കിട്ടുന്ന വാല്യൂ ഉപയോഗിച്ച് Q1 ഏത് ക്ലാസ്സിലാണ് എന്ന് കണ്ടുപിടിക്കാം. ആ ക്ലാസ് കണ്ടുപിടിച്ച ശേഷം ഈ ഫോർമുലയിൽ വാല്യൂസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് Q1ന്റെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഫോർമുല എന്താണെന്ന് നോക്കാം. Q1 is equal to L plus n/4 minus cumulative frequency അഥവാ CF divided by F അഥവാ frequency into I for interval. L എന്നാൽ lower limit of relevant quartile. ഈ Q1 ഏത് ഇന്റർവെല്ലിലാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ലോവർ ലിമിറ്റ് എടുക്കും. അതാണ് L, ലോവർ ലിമിറ്റ് ഓഫ് റെലവന്റ് ക്വാർട്ടൈൽ. പിന്നെ n/4, n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അത് കേസിൽ തന്നിട്ടുണ്ടാവും. അടുത്തതായി ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലാസിന്റെ പ്രിസീഡിംഗ് ക്ലാസിൻ്റെതാണ്. അതായത് കിട്ടിയിരിക്കുന്ന ക്ലാസിന്റെ മുൻപത്തെ ക്ലാസിൻ്റെത്. ഉദാഹരണത്തിന് ഇത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ക്ലാസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിനായി ക്വസ്റ്റ്യനിൽ തന്ന അതേ ടേബിൾ ഇവിടെ വരയ്ക്കുന്നതിനോടൊപ്പം അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും അവിടെയുള്ള ഫ്രീക്വൻസികൾ കൂട്ടിക്കൊണ്ടാണ്. ഉദാഹരണത്തിന് ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ഫ്രീക്വൻസി അങ്ങനെ തന്നെ ഇവിടെ എഴുതുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ ഫ്രീക്വൻസി കൂടി ഇതിനോട് കൂട്ടുക. 8 + 12 20. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ 20 + 15 35.
അതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. n അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കുവാനായി ഈ ഫ്രീക്വൻസിയിലുള്ള ടേമുകളെ എല്ലാം കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂട്ടിയാൽ 50 ആണെന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഡാറ്റകളുടെ എണ്ണം 50 ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് Q1ന്റെ സ്ഥാനം കണ്ടുപിടിച്ച ശേഷം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് Q1ന്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇനി L plus n/4 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു I. ഇതിൽ L എന്നാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ റെലവന്റ് ക്ലാസ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഏത് ക്ലാസ് ആണോ സെലക്ട് ചെയ്തത് അതിന്റെ ലോവർ ലിമിറ്റ് 10 to 20 എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും അതിന്റെ ലോവർ ലിമിറ്റ്. ഇവിടെ 10 കൊടുക്കുക. അതിനുശേഷം n 50 ആണെന്ന് നമുക്ക് കിട്ടി, അത് കൊടുക്കാം. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി റെലവന്റ് ക്വാർട്ടൈൽ ക്ലാസിന്റെ തൊട്ട് മുൻപത്തെ ക്ലാസിൻ്റെതാണ് കൊടുക്കേണ്ടത്. ഇതാണ് നമുക്ക് കിട്ടിയ ക്വാർട്ടൈൽ ക്ലാസ് എങ്കിൽ ഇതിന്റെ തൊട്ട് മുൻപുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതായത് 8 ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ 8 കൊടുക്കുക. അതിനുശേഷം ഈ ഫ്രീക്വൻസി ഈ റെലവന്റ് ക്ലാസിന്റെ ഫ്രീക്വൻസി തന്നെ കൊടുക്കുക, അത് 12 ആയിരിക്കും. ഇനി I എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ, അതായത് ഒരു ക്ലാസിന്റെ ഇന്റർവെൽ എത്രയാണെന്നുള്ളതാണ്. അത് ഇവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ഇന്റർവെല് സെയിം ആണ്, അത് 10 ആണ്. 10 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കാം. Q3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും സിമിലർ ആണ്, ഇവിടെ 3 വരും എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം Q1ന്റെ പൊസിഷൻ ഏതാണെന്ന് നോക്കാം, അതായത് റെലവന്റ് ക്വാർട്ടൈൽ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിന് n/4 ചെയ്ത് നോക്കാം. n/4 എന്നാൽ 12.5 ആണ്. 12.5 എന്ന് വെച്ചാൽ 12നും 13നും ഇടയ്ക്കാണ്. അപ്പം ആ വാല്യൂ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. അതിന് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് നോക്കേണ്ടത്. ആദ്യത്തെ 8 വാല്യൂസ് 0 to 10നകത്താണ്. പിന്നെ വരുന്ന 20 വരെയുള്ള വാല്യൂകൾ 10നും 20നും ഇടയ്ക്കാണ്. അപ്പോൾ 12ഉം 13ഉം എല്ലാം ഇതിനകത്താവും. അപ്പൊ 12.5ഉം ഇതിനകത്ത് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട ക്വാർട്ടൈൽ ക്ലാസ് ഇതാണ്. ഇനി ഇതിലെ വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഇവിടെ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ലോവർ ലിമിറ്റ് L 10 ആണെന്ന് നമ്മൾ കണ്ടു, അത് ഇവിടെ ഉപയോഗിച്ചു. n 50 കൊടുത്തു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ്, അതായത് ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പൊ അതിന്റെ മുന്നേ ഉള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് 8 ആണ്, അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. ശേഷം ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി അത് ഇവിടെ 12 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും, അത് നമ്മൾ ഇവിടെ കൊടുത്തു. അതിനുശേഷം I ഇന്റർവെൽ ഓഫ് ദ ക്ലാസ്, അത് എല്ലാത്തിനും 10 ആണെന്ന് നമ്മൾ കണ്ടു, അത് ഇവിടെ കൊടുത്തു. അങ്ങനെ നമുക്ക് Q1ന്റെ വാല്യൂ 13.75 ആണെന്ന് കിട്ടും. ഇതുപോലെ Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാം. Q3 ചെയ്യുമ്പോൾ 3n/4 ചെയ്യണം. 3n/4 ചെയ്യുമ്പോൾ 37.5 ആണെന്ന് കിട്ടും. ഇത് എവിടെ വരും എന്ന് നോക്കാം. 35 വരെയുള്ള ടേംസ് 20 to 30 എന്ന ഇന്റർവെല്ലിലാണ്. അത് കഴിഞ്ഞ് 45 വരെയുള്ള ടേംസ് 30 to 40 എന്ന ഇന്റർവെല്ലിലാണ്. അപ്പോൾ നമ്മുടെ 37.5 എന്തായാലും ഈ ഇന്റർവെല്ലിലായിരിക്കും. നമുക്ക് വേണ്ട ഇന്റർവെൽ 30 to 40 ആണ്. അതിന്റെ ഫ്രീക്വൻസി 10 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിംഗ് ദ റെലവന്റ് ക്ലാസ് അത് 35 ആണ്. ഇതെല്ലാം നമുക്ക് കൊണ്ടുപോയി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് 32.5 എന്ന വാല്യൂ കിട്ടും. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. 32.5 മൈനസ് 13.75 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ 9.375 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി ഈ പേപ്പറിലെ അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് ഈ പേപ്പറിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യനും. Prove that arithmetic mean is greater than median greater than mode. എന്നിട്ടൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണ ഡാറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഗ്രൂപ്പ്ഡ് കണ്ടിന്യൂസ് ഡാറ്റയാണ്, അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സിഗ്മ എഫ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എഫ്. സിഗ്മ എഫ്, എഫ് എന്നാൽ ഫ്രീക്വൻസി, എം എന്നാൽ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്.
ഇനി മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. മീഡിയൻ കണ്ടുപിടിക്കാൻ ആദ്യമായി മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ n/2th ടേം ഏതാണെന്ന് നോക്കിയാൽ മതി. n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതിന് ഫ്രീക്വൻസികളുടെ സം എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റും മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. L plus n/2 minus cumulative frequency divided by frequency into h. h എന്നാൽ ഇന്റർവെൽ. നേരത്തെ നമ്മൾ i ആയിരുന്നു ഉപയോഗിച്ചത്, ഇവിടെയും i ഉപയോഗിക്കാം, കുഴപ്പമില്ല. L എന്നാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. n/2 എന്താണെന്ന് നമുക്കറിയാം. ഇനി ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ ചെയ്ത പോലെ ഈ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുൻപുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ f എന്നാൽ ഫ്രീക്വൻസി, ഈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ മോഡ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന സംഖ്യയാണല്ലോ. അതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് ഏത് ക്ലാസ്സിനാണെന്ന് നോക്കാം. ഇവിടെ 15 ആണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി നമ്പർ. അതിന് നേരെയുള്ള ക്ലാസ് ഈ 30-40 ക്ലാസ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോഡൽ ക്ലാസ്. ഈ ഇക്വേഷൻ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മോഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. L plus d1 divided by d1 plus d2 into h. L എന്നാൽ നേരത്തെ കണ്ടതുപോലെ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. ഇവിടുത്തെ മോഡൽ ക്ലാസ് 30-40 ആണ്. അപ്പോൾ അതിലെ ലോവർ ലിമിറ്റ് 30 ആയിരിക്കും. ഇനി d1ഉം d2ഉം എന്താണെന്ന് നോക്കാം. d1 എന്നാൽ ഈ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് തൊട്ട് മുൻപുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി. അപ്പോൾ 15 മൈനസ് 10 5 ആയിരിക്കും d1. d2 എന്നാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് അതിനുശേഷമുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി. 15 മൈനസ് 9 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വാല്യൂകളെല്ലാം കിട്ടി. ഇവിടെ h എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവെൽ വാല്യൂ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൂചിപ്പിച്ച പോലെ i ഉപയോഗിക്കാവുന്നതാണ് അവിടെ. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന് ചോദ്യപേപ്പറിൽ തന്ന ടേബിൾ അങ്ങനെ തന്നെ ഇവിടെ വരയ്ക്കുക. അതിനുശേഷം ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തുക. 0 to 10 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് 5, 10 to 20 ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് 15. ഇങ്ങനെ എല്ലാ ക്ലാസിന്റെയും മിഡ് പോയിന്റ് കണ്ടെത്തുക. അതിനുശേഷം f into m, നേരത്തെ നമ്മൾ മീനിനുള്ള ഇക്വേഷനിൽ ഇങ്ങനെ ഒരു ടേം കണ്ടായിരുന്നു, f into m. അത് ഇവിടെ കണ്ടുപിടിക്കുക. ഇവിടെ f 4 ആണ്, m 5 ആണ്. 4 into 5 20. അങ്ങനെ f into m എല്ലാ ക്ലാസ്സുകൾക്കും കണ്ടുപിടിക്കുക. അതിനുശേഷം സിഗ്മ f into m, അതായത് എല്ലാ f into m കളുടെയും സമ്മ് ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മീൻ ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മീൻ is equal to സിഗ്മ f into m divided by സിഗ്മ f. സിഗ്മ f into m 2180 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി സിഗ്മ f 60, അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പം മീൻ 36.33 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ടേബിളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടി ആഡ് ചെയ്യേണ്ടതാണ്. മീഡിയൻ കണ്ടുപിടിക്കുവാൻ ഇത് ആവശ്യമാണ്. ഇനി മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുവാനായി n/2 ചെയ്യുക. n 60 ആണെന്ന് നമുക്കറിയാം. n/2 എന്ന് പറഞ്ഞാൽ 30th ടേം. 30th ടേം ഏതിലാണ് ഉള്ളതെന്ന് നോക്കാം. 22 വരെയുള്ള വാല്യൂകൾ ഈ ക്ലാസ്സിലാണ്. അതിനുശേഷം 37 വരെയുള്ള വാല്യൂകൾ ഈ ക്ലാസ്സിലാണ്. അപ്പോൾ 30ാമത്തെ വാല്യൂ ഈ ക്ലാസ്സിലാണ്, 30-40 ക്ലാസ്സിലാണ്. 30-40 ക്ലാസ്സിൽ ലോവർ ലിമിറ്റ്, അതായത് L 30 ആണ്. അതിന്റെ ഫ്രീക്വൻസി 15 ആണ്. അതിന്റെ തൊട്ട് മുൻപുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസി 22 ആണ്. ഈ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് മീഡിയൻ 35.33 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. മോഡിനായി നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസുകൾ കണ്ടുപിടിക്കുക. അത് 30-40 ക്ലാസ് ആണെന്ന് മനസ്സിലായി. അതിന്റെ ഫ്രീക്വൻസി 15 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ L 30 ആണെന്ന് നമ്മൾ കണ്ടു.
ഇനി D1 D2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അത് 15 - 10 5ഉം 15 - 9 6ഉം ആണ്. D1 D2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മോഡിന്റെ വാല്യൂ 34.54 ആണ് എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ മീഡിയനേക്കാളും മോഡിനേക്കാളും വലുതാണ് എന്ന് തെളിയിക്കുവാനാണ്. ഈ വാല്യൂകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അരിത്തമെറ്റിക് മീൻ 36.33, മീഡിയൻ 35.33, മോഡ് 34.33. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.